ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചില്ലി ചിക്കൻ ആണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബേസിനിൽ 2 സ്പൂൺ മുളക് പൊടി എടുക്കണം. മുളക് പൊടി ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് 1 സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ്, പിന്നെ ഡാർക്ക് സോയാ സോസ് 1 സ്പൂൺ, 2 സ്പൂൺ മൈദപ്പൊടി, പിന്നെ 2 സ്പൂൺ കോൺഫ്ലോർ എന്നിവയൊക്കെ ചേർത്ത്, പിന്നെ ഒരു മുട്ട, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് അതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ, അര മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. നന്നായി നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യണം. നന്നായി യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് വേണം അത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബോൺലെസ് പീസും പിന്നെ ചെറിയ എല്ലോട് കൂടിയ ഇറച്ചിയും കൂടി ചിക്കനും കൂടിയിട്ടാണ് അതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സവോള അതൊരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് അത് മുറിച്ച് നമ്മൾ സൈഡിൽ വെക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കം കൂടി അത് ചെയ്യേണ്ടതാണ്. ഞാനത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള 1 മണിക്കൂറോളം വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അത് ഫ്രൈ ചെയ്തു. ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതേ പാനിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്, ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലെ വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഫ്രൈ ചെയ്തു. അതിൻ്റെ റോ സ്മെല്ല് മാറിയതോടുകൂടി സബോളയും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ചെറിയൊരു വാടി തുടങ്ങുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും പച്ചമുളകും കൂടി ചേർത്തു. അതൊന്ന് വാടിയിട്ട് വരുമ്പോൾ നമ്മൾ 2 സ്പൂൺ കെച്ചപ്പ്, ടൊമാറ്റോ സോസില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ സോയാ സോസും ചില്ലി ഫ്ലേക്സും, 1/4 സ്പൂൺ ചില്ലി സോസും, പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഉപ്പും നോക്കണേ, അതും കൂടിയും ചേർത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ പച്ചവെള്ളത്തിൽ നമ്മൾ കലർത്തിയിട്ട് മിക്സ് ചെയ്ത് കലർത്തിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ചൂടുവെള്ളത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, അത് കട്ടയായി പോകും. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ മിക്സറിലേക്ക് ഒഴിക്കണം. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. എനിക്കിവിടെ അതിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും കോൺഫ്ലോർ ചേർത്ത് അതിലേക്ക് ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഫ്രൈംസ് വറുക്കുന്നുണ്ട്. അത് വെറുതെ അങ്ങനെ വറുത്തുന്നേ ഉള്ളൂ, സൈഡിൽ വെക്കാൻ വേണ്ടി അങ്ങനെ വറുത്തതാണ്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മുടെ ഒരു സോയാ സോസ് ഉണ്ടല്ലോ, സോയാ സോസും വിനെഗറും പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തൊരു സോസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് വ്യൂ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് പറയണേ. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും താങ്ക്സ്.